റെക്കോർഡിംഗ് ഓപ്പൺ ആയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഡൽഹി സൽത്തനറ്റും അവരുടെ കല, ആർക്കിടെക്റ്റ്, ലിറ്ററേച്ചർ എന്നീ വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സാന്നിധ്യവും സാമീപ്യവും ഉണ്ടാക്കിയത് ഡൽഹി സൽത്തനത്തും അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നിലുള്ള കാലം മുതലും കൂടിയാണ്. നമുക്ക് നേരത്തെ അറിയാം, അതായത് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ ആഗമനം കേരളത്തിൽ നിന്നാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന നല്ല ശതമാനം പള്ളികളെല്ലാം ഈ വാസ്തുവിദ്യയുടെ രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. നല്ല ശതമാനവും അത് കേരളത്തിലെ ആൾക്കാർ തന്നെ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ച പള്ളികളാണ് പലതും. പിന്നീട് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ കാലത്ത് പോലും ഏകദേശം ഒരു അറബി ടച്ച് രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഗസ്നവി അല്ലെങ്കിൽ അതിനുശേഷം ഗോരികൾ വരുന്നു. ആ ഒരു പശ്ചാത്തലത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഈ കല, അതുപോലെ സാംസ്കാരിക സാഹിത്യ മേഖലകളില് ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതിൽ നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്നത് ഇവിടുന്ന് തന്നെ ഗോരികളുടെ കാലത്ത് തന്നെ തുടങ്ങാം. ഒരു സാഹിത്യം എന്ന നിലയിൽ നമുക്ക് ആദ്യം സാഹിത്യം വെച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഇവർ ഉദാഹരണം മൊയ്നുദ്ദീൻ ചിശ്തിയുടെ കാലഘട്ടം, അതുപോലെ തന്നെ അത് ഗോരി കാലഘട്ടമാണ്. ആ ഒരു ഗസ്നവിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ തന്നെ പ്രമുഖമായ ഹഖായിഖുൽ ഹിന്ദ് അല്ലെങ്കിൽ കിതാബുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രചനകളിൽ ഒന്നായ ഇന്ത്യയെ കണ്ട അൽബറൂനി കണ്ട ഇന്ത്യ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ വർക്ക്, മഹ്മൂദ് ഗസ്നവിയുടെ കൂടെ ഇന്ത്യയിലെത്തിയ അൽബറൂനിയുടെ പഠനമാണ് ഈ ഒരു ആ വർക്ക്. അപ്പൊ അത്രത്തോളം ഇൻഫ്ലുവൻസ്, അതായത് ഗസ്നവിയുടെ കാലത്ത് തന്നെയും മഹ്മൂദ് ഗസ്നവിയുടെ കാലത്ത് തുടങ്ങി തന്നെ ഇന്ത്യയിലെ അതിഭീമമായ വലിയ ലെവലിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ രചനകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത് ഗസ്നവിയുടെ കാലത്ത് തന്നെ തുടങ്ങുന്നത്. ഈ ഗസ്നവിയുടെ കാലം എന്ന് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നത് ഒരു ഡൽഹി സൽത്തനത്തിന്റെ മുമ്പേ തന്നെ ഈ ഗസ്നവി കാലഘട്ടം തുടങ്ങുന്നുണ്ട്. ഗസ്നവികളുടെ മുഹമ്മദ് ഗസ്നവികൾക്ക് ശേഷവും ഗോരികൾ വന്നതിന് ശേഷമാണ് ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിൽ ഡൽഹി സൽത്തനത്തിന്റെ അടിത്തറ പാകിയ മംലൂക്ക് ഡൈനാസ്റ്റി തുടങ്ങുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ, അതിനു മുമ്പേ തന്നെയും, ഈ ഡൽഹി സൽത്തനത്തിന്റെ ആരംഭത്തിന് മുമ്പേ തന്നെയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും സാഹിത്യ മേഖലകളിലും ശക്തമായ സ്വാധീനം പിൽക്കാലത്ത് ചെലുത്തിയ ഈ പറയുന്ന കിതാബുൽ ഹിന്ദ് പോലുള്ള വിവിധ പണ്ഡിതന്മാരുടെ രചനകളും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ തിയോളജി എന്ന രംഗത്ത്, അല്ലെങ്കിൽ ഇൽമുൽ കലാം തിയോളജി, അല്ലെങ്കിൽ തസവൂഫ്, അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റഡീസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിൽ ഒന്നാണ് 1970കളിൽ ഇന്ത്യയിൽ തന്നെ മരിച്ചുപോയ സയ്യിദ് സയ്യിദ് അലി ഹുജ്വേരിയുടെ കശ്ഫുൽ മഹജൂബ് എന്ന ഗ്രന്ഥം. 1100കൾക്കുള്ളിലാണ് ആ രചനയും ഉണ്ടാവുന്നത്. അതും ഈ പറയുന്ന ഡൽഹി സൽത്തനത്തിന്റെ തുടക്കത്തിന് മുമ്പേ ആ ഒരു കാലഘട്ടത്തിലാണ് അതും സംഭവിക്കുന്നത്. കശ്ഫുൽ മഹജൂബിന്റെ രചനയും ഉണ്ടാവുന്നത്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ ശക്തമായ സ്വാധീനം ആ പശ്ചാത്തലത്തിലുണ്ട്. നമുക്ക് ആദ്യം ഈ പറയുന്ന ഡൈനാസ്റ്റികൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, പ്രത്യേകിച്ച് ഡൽഹി സൽത്തനത്തിന്റെ കാലഘട്ടത്തിൽ ഇവര് ആർക്കിടെക്ചറിൽ ഇപ്പൊ ഈ പറയുന്ന ബിൽഡിംഗ് നിർമ്മാണത്തിലും, ഫോർട്ട്, മസ്ജിദുകൾ, മദ്രസകൾ, കോളേജുകൾ, ടോംബുകൾ, അതുപോലെ തന്നെ ദർഗകൾ, ഖാൻഖാകൾ അടക്കമുള്ള മതബന്ധിതമായതും അല്ലാത്തതുമായ കൊട്ടാരവും കൊട്ടാരത്തിന് ചുറ്റുമുള്ള മതിലുകളും അതിന്റെ കൂടെ തന്നെ കൊട്ടാരത്തെ തന്നെ ബലഭദ്രമാക്കി മാറ്റുന്ന ഈ ഫോർട്ടുകളുടെ നിർമ്മാണം ഈ ഒരു കാലഘട്ടത്തിൽ അതിഗംഭീരമായി നടന്നിട്ടുണ്ട്. അതും ആ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഉദാഹരണം, മംലൂക്കുകളുടെ കാലഘട്ടത്തിൽ കുത്തുബ് മിനാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, കുത്തുബ് മിനാർ 703 മീറ്ററുകൾ പൊക്കമുള്ള
കുത്തുബുദ്ദീൻ ഐബക്ക് തുടക്കമിടുകയും പിന്നീട് അത് ഇൽത്തുമിഷ് അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കുത്തുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി എന്നറിയപ്പെടുന്ന മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ശിഷ്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുത്തുബ് തന്നെ ഉണ്ടാക്കുന്നതായിട്ട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഈ കുത്തുബ് പിന്നെ ഇതിന് ശേഷം വന്ന തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലത്ത് കുത്തുബ് ചാരത്ത് തന്നെ പ്രത്യേകം 2 ബിൽഡിങ്ങുകൾ ഫിറോസ് ഷാ തുഗ്ലക് ചേർത്ത് പണിയുന്നുണ്ട്. അത് നമുക്ക് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ ആർക്കിടെക്ചറിന്റെ ഭാഗം എന്ന നിലയിൽ അതും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ പറയുന്ന കുത്തുബ് മിനാറിന്റെ ചുറ്റളവിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ഇസ്ലാമിക മത വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിൽ ഖുവത്ത് ഇസ്ലാം മസ്ജിദും അതിന്റെ ചുറ്റുമുള്ള മദ്രസയും, അതായത് അന്നത്തെ കോളേജും അന്ന് നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. അത് 7ഓളം മീറ്റർ നീളമുള്ളതാണ് ഈ ഖുവത്ത് ഇസ്ലാം മദ്രസ എന്ന് പറയുന്നത്. ഇതിന്റെ ചുറ്റളവിൽ തന്നെയാണ് ഈ പറയുന്നത്, അതായത് കുത്തുബ് മിനാർ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് എന്ന രീതിയിൽ വലിയൊരു പ്രദേശം മുഴുവൻ ഉണ്ടാക്കുകയും ആ ഒരു ഖുവത്തുൽ ഇസ്ലാമും അതുപോലെ തന്നെ ആ മദ്രസയ്ക്കും അതിനാവശ്യമായ അതിനൊരു സിമ്പിൾ, ഒരു പവർ സിമ്പിൾ എന്ന രീതിയിൽ കുത്തുബ് മിനാറും അതിന്റെ കൂടെ തന്നെ കുത്തുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കിയുടെ ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കുത്തുബുദ്ദീൻ ഐബക്കും അതുപോലെ തന്നെ ഈ ഇൽത്തുമിഷും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു ബന്ധം, ഈ പറയുന്ന ആർക്കിടെക്ചറിന്റെ ഒരു ബന്ധമുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇൽത്തുമിഷിന്റെ മംലൂക്കുകളുടെ കാലഘട്ടത്തിൽ ഇൽത്തുമിഷും അദ്ദേഹത്തിന്റെ ടോംബ് പണിയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദർവാസ, അതായത് ഈ പറയുന്ന ഇവരുടെ ഈ മംലൂക്ക് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലെ ഈ പ്രധാന ഏരിയയ്ക്ക് മുമ്പിൽ കൂറ്റൻ ഒരു ഗേറ്റും അവര് പണിയുന്നതായി ഇന്ന് നമ്മൾ കുത്തുബ് മിനാറിൽ പോകുമ്പോഴും ഇന്ന് നമുക്ക് അത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഐബക്ക്, ഇവർ ചില ഭാഗങ്ങൾ ഡൽഹിയുടെ തന്നെയും ഡൽഹി ലാഹോർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിറ്റി ഓഫ് ദില്ലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡൽഹി ഒരു ക്യാപിറ്റൽ എന്ന നിലയിൽ അതിനൊരു ശക്തമായ ഒരു തുടക്കം കുറിക്കുന്നത് ഐബക്കിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡൽഹി സൽത്തനത്ത് എന്ന് അതിന്റെ തുടക്കം എന്ന നിലയിൽ മംലൂക്ക് ഡൈനാസ്റ്റിയെ പറയുന്നത്. അപ്പം ദില്ലി ക്യാപിറ്റൽ സിറ്റി ടൗൺ പണിയുന്നതിൽ ഐബക്കിന് റോളുണ്ട്. അതുപോലെ തന്നെ സുൽത്താൻ ഗഡി എന്നറിയപ്പെടുന്ന സിറ്റി രൂപീകരിക്കുന്നത് ഇൽത്തുമിഷ് ആണ്. അതുപോലെ തന്നെ കലൈഗഡി എന്നറിയപ്പെടുന്ന സിറ്റി രൂപീകരിക്കുന്നത് ബാൽബനാണ്. ഈ പറയുന്ന ബാൽബനും ഇൽത്തുമിഷും ഐബക്ക് അടക്കമുള്ള എല്ലാവരും അവരവരുടെ ടോംബുകൾ ഉണ്ടാക്കുന്ന ചരിത്രമുണ്ട്. ഇത് നമ്മളിപ്പോ പറയുന്ന ടോംബുകളുടെയും നേരത്തെ പറഞ്ഞ പോലെ മദ്രസയുടെയും കുത്തുബ് മിനാറിന്റെയും ഈ പറയുന്ന ആ ഒരു അവരുടെ പ്രധാനപ്പെട്ട ഫോർട്ട് പാലസ് ഒക്കെ പണിയുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ഒരു വ്യതിരിക്തതയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അറബ് കണക്ഷൻ കുറവായതും പേർഷ്യൻ, സെൻട്രൽ ഏഷ്യൻ, തുർക്കി കണക്ഷൻ കൂടുതലായതുമുള്ള, അതിന്റെ കൂടെ തന്നെ ഇന്ത്യയിലെ തന്നെ ഈ എഞ്ചിനീയർമാരെയും ഇവരുടെ കൂടെയുള്ള എഞ്ചിനീയറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപോലെ ഒരു സിന്തസിസ് ആയിട്ടാണ് ഈ പറയുന്ന ബിൽഡിങ്ങുകളുടെ എല്ലാം ഒരു രൂപം. സാധാരണ മസ്ജിദുകൾക്ക് കൂർത്ത രൂപങ്ങൾ ഉണ്ടാവാറുണ്ട്, മുന്നോട്ട് തള്ളി നിൽക്കുന്ന കൂർത്ത രൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. അമ്പലങ്ങൾക്ക് നീണ്ട പരന്ന രൂപങ്ങളായിരിക്കും നല്ല ശതമാനം ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന ബിൽഡിങ്ങുകളിലെല്ലാം ഒരു ഇൻഡോ ടർക്കിക് അല്ലെ പേർഷ്യൻ സംസ്കാരം യഥാർത്ഥത്തിൽ പിന്നീടാണ് ശക്തമാവുന്നതെങ്കിലും, പ്രത്യേകിച്ച് ആർട്ടിലും ആർക്കിടെക്ചറിലും പേർഷ്യൻ പിന്നീടാണ് ശക്തമാവുന്നതെങ്കിലും ആദ്യകാലത്ത് തുർക്കിക് ഈ സെൻട്രൽ ഏഷ്യൻ ഇൻഫ്ലുവൻസ് ശക്തമായിരുന്നു. അപ്പം ഈ പ്രത്യേകിച്ച് ആർക്കിടെക്ചറിന്റെ കാര്യങ്ങളിൽ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ബിൽഡിങ്ങുകളിലെല്ലാം ആ ഒരു സിംബലുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ തുർക്കിക്, അല്ലെങ്കിൽ അതിനെ ചുരുക്കി പറയുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ മാനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മംലൂക്ക് ഭരണകാലഘട്ടത്തിൽ ഇവര് രൂപീകരിച്ച ബിൽഡിങ്ങുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് ചരിത്രകാരന്മാർ എടുത്തു പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോംബുകളുടെ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നത്, മുമ്പേ തന്നെ ഇവിടെ ശവകുടീരങ്ങളുണ്ട്, പക്ഷെ അതിനൊരു ടോം ഉണ്ടാവുകയും അതിനൊരു മുസ്ലിം ടച്ച് രൂപപ്പെടുകയും അത് ആ ഉണ്ടാക്കുന്ന ഭരണകർത്താക്കളുടെ ശക്തിയുടെ പ്രതിരൂപമായി അവശേഷിക്കുകയും ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കൂടി കൂടുതൽ പ്രകടമായി വരുന്നുണ്ട്. ഇതായിരുന്നു മംലൂക്കുകളുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട
ചില ഈ നിർമ്മാണ മേഖല, പ്രത്യേകിച്ച് ആർക്കിടെക്ചറിലെ പ്രധാനപ്പെട്ട മേഖലകൾ ഞാൻ പറഞ്ഞത് ഈ സിറ്റി ഓഫ് ദില്ലി ഉണ്ടാക്കുന്നത് ഐബക്കാണ്, കുത്തുബുദ്ദീൻ ഐബക്കാണ്. സിറ്റി ഓഫ് സുൽത്താൻഗഡി ഉണ്ടാക്കുന്നത് ഇൽത്തുമിഷ് ആണ്. അതായത് സിറ്റി ഓഫ് കലേഗുഡി എന്നറിയപ്പെടുന്നത് ഉണ്ടാക്കുന്നത് സുൽത്താൻ ബാൽബനാണ്. ഈ പറയുന്ന എല്ലാവരും അവരുടെ പേരിൽ ടോംബുകളും ഓർമ്മ കുടീരം, ശവകുടീരം എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുത്തുബ് മിനാറിന്റെയും ഖുവത്ത് ഇസ്ലാം മദർസയുടെയും പള്ളിയുടെയും അതിന് ചുറ്റുപാടുമുള്ള മെയിൻ ഗേറ്റ്, മെയിൻ ബിൽഡിങ്ങുകളെല്ലാം ഈ പറയുന്ന മംലൂക്ക് കാലഘട്ടത്തിലെ പ്രതാപ നിമിഷങ്ങളായിരുന്നു എന്നും നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ഈ പറയുന്ന സ്വാഭാവികമായും ഖൽജികളുടെ രാജ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും ഇതേപോലെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആർക്കിടെക്ചറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ പറയുന്ന എല്ലാ രാജവംശങ്ങളും തുർക്കിക്കാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഖൽജികൾ ഒരു ഹാഫ് തുർക്കി എന്നൊരു പൊസിഷനാണ് അവിടെയുള്ള മുഖ്യധാര തുർക്കി സൈനികരും ബാക്കിയുള്ളവരെല്ലാം ഈ ഖൽജികൾക്ക് കൊടുത്തിരുന്നത്. കാരണം അവരുടെ തന്നെ സെൻട്രൽ ഏഷ്യൻ ഹൈബ്രിഡ് റേസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഖൽജി കാലഘട്ടത്തിലെ ഈ ആർക്കിടെക്ചറിലും അത് കൂടുതൽ കാണാൻ പറ്റും. അതായത് ഒരു സെൻട്രൽ ഏഷ്യൻ തുർക്കിക് കൂടുതൽ ടച്ച് അവിടെ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് അവിടെയുള്ള അവിടെയുള്ള ടോംബുകളുടെ കാര്യത്തിലും ബിൽഡിങ്ങുകളുടെ പൊക്കത്തിന്റെയും നീളത്തിന്റെയും കാര്യത്തിലും വിവിധ മദർസകളുടെ വിവിധ സ്ട്രക്ചറിന്റെ കാര്യത്തിലൊക്കെയും സെൻട്രൽ ഏഷ്യൻ തുർക്കിക് സാദൃശ്യം ഈ ഖിൽജി കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ ബിൽഡിങ്ങുകളിൽ നമുക്ക് വ്യക്തമാണ്. ഉദാഹരണം, അതായത് ഈ പറയുന്ന മംലൂക്കിനെ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ ഖിൽജികൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുത്തുബ് മിനാറിന്റെ ചുറ്റളവിലാണ് ഇവർ കൂടുതലും ബിൽഡിങ്ങുകൾ പണിഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിലൊന്നാണ് ഈ അലായി ദർവാസ. കുത്തുബ് മിനാറിലേക്ക് മുന്നോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന ആ വലിയൊരു ഗേറ്റ് പോലുള്ള ഒരു പ്രദേശം, അത് ഖിൽജികൾ നിർമ്മിച്ച, പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച ആ ഒരു ഗേറ്റാണ് അലായി ദർവാസയും. അതുപോലെ തന്നെ അലായി മിനാർ, ഈ ഫസ്റ്റ് കാണുന്ന മിനാർ, അതിന് അലായി മിനാർ എന്നാണ് പറയുക. ഈ അലായി ദർവാസയാണ് ആദ്യം കാണുന്ന ഗേറ്റ്. ദർവാസ ഗേറ്റ് എന്നൊരു അർത്ഥത്തിലാണ്. അലായി മിനാർ എന്ന് പറയുന്നത് നമ്മള് കയറി ചെല്ലുമ്പോൾ വലത് ഭാഗത്ത് കാണുന്ന ആ ഒരു പകുതി വെച്ച് നിർത്തിയ ആ ഒരു മിനാരത്തിന്റെ പകുതിയാണ് അലായി മിനാർ എന്ന് പറയുന്നത്. അതായത് കുത്തുബ് മിനാറിനെ പോലെയോ അതിനേക്കാളും ഉയരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പാതി വഴി വെച്ച് അദ്ദേഹം മരണം കാരണം നിർത്തേണ്ടി വന്ന ആ മിനാറിനെയാണ് അലായി മിനാർ എന്ന് പറയുന്നത്. ഇതും അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറെയും ചില സീരി ഫോർട്ട്, ഖിൽജികൾ നിർമ്മിച്ച ഒരുപക്ഷെ ഡൽഹിയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഫോർട്ടുകളിൽ ഒന്നാണ് സീരി ഫോർട്ട്. എന്തിനാണ് ഈ കാലഘട്ടങ്ങളിൽ ഇവർ ഫോർട്ടുകൾ നിർമ്മിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവർ വരുന്നത് പലരും സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്നാണ്. ഈ പറയുന്ന ആർക്കിടെക്ചറിന് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ആർക്കിടെക്ചറിൽ നമ്മൾ അതിന്റെ ഭംഗിയും എസ്തറ്റിക്സും ബ്യൂട്ടിയും സംസാരിക്കുമ്പോൾ തന്നെയും എന്തിനാണ് അതിന്റെ പുറകിൽ നിർമ്മിച്ചതെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പലരും ഇവിടെ വരുമ്പോൾ മംഗോളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും വിവിധ രാജവംശങ്ങളെ ഇവരെ അറ്റാക്കിൽ നിന്ന് ആ കുടുംബങ്ങളെയും കൂടെയുള്ള സബ്ജക്ട്സിനെയും രക്ഷിക്കാൻ വേണ്ടിയും കൂടിയാണ് വലിയ പൊക്കമുള്ള ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഈ ഫോർട്ടുകൾ രൂപപ്പെടുന്നത്. സീരി ഫോർട്ടിന്റെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ഉയർന്നു നിൽക്കുന്ന പ്രദേശത്താണ് ആ ഫോർട്ടുകൾ. അതും നല്ല കട്ടിയുള്ള, നീളമുള്ള, വലിപ്പമുള്ള തരത്തിലുള്ള ഭിത്തിയും അതിനു മുമ്പ് കിടങ്ങുകളും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഫോർട്ടുകൾ ഉള്ളത്. ഫോർട്ടുകളുടെ ഒരു പ്രത്യേകത തന്നെയും നമ്മൾ ഏകദേശം കാണുന്ന ഇന്ത്യയിലെ 90% ഫോർട്ടുകളെല്ലാം കിടങ്ങുകൾ കാണാം. ഇപ്പോൾ റെഡ് ഫോർട്ടിന്റെ മുമ്പിൽ കാണുന്ന കിടങ്ങ് മുന്നോട്ട് കയറാൻ പറ്റാത്ത തരത്തിലുള്ള, പിന്നീട് പൊക്കമുള്ള ഉയരമുള്ള ഗേറ്റും അതുപോലെ തന്നെ ഭിത്തിയും, ഇത് പെട്ടെന്ന് ചാടിക്കയറാൻ പറ്റാത്ത തരത്തിലാണ് ഈ പറയുന്ന എല്ലാ ഫോർട്ടും. അതായത് നമ്മളുടെ ഈ തുഗ്ലക്കിന്റെ ചുറ്റുപാടുമുള്ള ഗേറ്റിന്റെ വലിപ്പമാവട്ടെ, അതുപോലെ തന്നെ സീരി ഫോർട്ടിന്റെ മതിലുകളുടെ വലിപ്പവും അതിലേക്ക് എത്താൻ പറ്റുന്ന പ്രതിസന്ധികളെല്ലാം മനഃപൂർവ്വം തന്നെ രൂപപ്പെടുത്തിയ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവർ തന്നെയാണ് ഈ പറയുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്ത് തന്നെയാണ് അവിടെ
മഹർ ഹസാർ സത്തുൻ എന്നറിയപ്പെടുന്ന ഒരു 1000 തൂണുകളുള്ള ഒരു പാലസ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് കോംപ്ലക്സിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹൗസ ഇലാഹി എന്നറിയപ്പെടുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ സീരി ഫോർട്ടും അതുപോലെ തന്നെ ഈ ചുറ്റുപാടും കാണുന്ന മറ്റൊരു, ഡൽഹിയിൽ തന്നെ കാണുന്ന മറ്റൊരു ബിൽഡിംഗ് സമുച്ചയങ്ങളിൽ ഒന്നാണ് ഹൗസ ഇലാഹി. അതായത് ഈ രാജകുടുംബങ്ങളിലെല്ലാവർക്കും ഒന്ന് ഈ ബാത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹൗസാണത്. ആ രീതിയിലുള്ള ഒരു സംവിധാനം, ഒരു വാട്ടർ ടാങ്ക് ആണ് അദ്ദേഹം ഒരുക്കിയത്. ഇതും അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് തന്നെ രൂപപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജാമിയത്ത് മോസ്ക് എന്നറിയപ്പെടുന്ന ഈ നിസാമുദ്ദീൻ ദർഗയുടെ ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. അതും ഖിൽജിയുടെ കാലത്ത് പണിഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലായി ദർവാസ എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഗേറ്റും അലാവുദ്ദീൻ ഖിൽജി ഡൈനാസ്റ്റിയുടെ കാലത്ത് തന്നെ പണിഞ്ഞ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളിൽ ഒന്നാണ്. ഈ ബിൽഡിങ്ങുകളിലെല്ലാം, പ്രത്യേകിച്ച് സീരി ഫോർട്ട് ആവട്ടെ, ഈ പറയുന്ന ദർവാസയിലൊക്കെ ആവട്ടെ, ഒരു തുർക്കി അറബിക് സ്ക്രിപ്റ്റുകൾ അവരെ പതിച്ചു വെച്ച് ആലേഖനം ചെയ്തതായി കാണാൻ കഴിയും. അതിൽ കാലിഗ്രഫി വളരെ പ്രകടമാണ് ഈ പറയുന്ന ബിൽഡിങ്ങിൽ. നമുക്കറിയാം, ഈ നേരത്തെ കുത്തുബ് മിനാറിൽ തന്നെയും ആദ്യം താഴെ മുതൽ മുകളിൽ വരെയും സൂറത്തുകൾ പതിച്ചു വെച്ചേക്കുന്ന കാലിഗ്രഫിയെ കൈകാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ എന്തിനാണ് ഈ പറയുന്ന ഒരാശയമുണ്ട്, അതായത് ഈ പറയുന്ന ആർക്കിടെക്ചറുകളിൽ, ബിൽഡിങ്ങുകളിൽ എന്തിനാണ് ഇവർ ആയത്തുകൾ കുത്തിവെക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു ചോദ്യം, ഈ പറയുന്ന ഫോർട്ടുകൾ, ഇവർ നിർമ്മിക്കുന്ന സീരി ഫോർട്ട് ആവട്ടെ, ഈ പറയുന്ന ഈ കുത്തുബ് മിനാറിന്റെ, നേരത്തെ പറഞ്ഞ മംലൂക്ക് ഡൈനാസ്റ്റി നിർമ്മിച്ച കുത്തുബ് മിനാറിന്റെ കോംപ്ലക്സിന്റെ ഉള്ളിൽ ഫോർട്ടും ബിൽഡിങ്ങുകളും അതിന്റെ കൂടെ പള്ളിയും ഈ പറയുന്ന ഹൗദും എന്തിനാണ് ഒരുക്കുന്നത്? ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഫോർട്ടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു സ്വർഗത്തിൽ ശയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെഡുകളുണ്ട്, അതുപോലെ തന്നെ ആരാമങ്ങളുണ്ട്, ഒഴുകുന്ന പുഴയുണ്ട്, നമസ്കാരം, ഈദ്ഗാഹ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഈ ഭൂമിയിലേക്ക് പറിച്ചു നടുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഫോർട്ടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏത് ഫോർട്ടിൽ പോയി നോക്കിയാലും, ഡൽഹി സൽത്തനത്തോ അല്ലെങ്കിൽ മുഗൾ കാലഘട്ടത്തിലെ ഫോർട്ടിൽ എടുത്ത് നോക്കിയാലും ഈ പറയുന്ന സവിശേഷത കാണാൻ പറ്റും. അതായത് ഒന്ന്, ആ ബിൽഡിങ്ങിലുള്ള ഒരു മസ്ജിദ് ഉണ്ടാവാം, നമസ്കരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ വിശ്രമിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്, ഹൗലിന്റെ ഭാഗമുണ്ടാകും, അതുപോലെ തന്നെ ഗാർഡൻ ഉള്ള പ്രധാനപ്പെട്ട ഭാഗമുണ്ടാകും. ഇങ്ങനെ ഒരു രീതിയായിരിക്കും. അതിന്റെ കൂടെ തന്നെ പള്ളികൾ, ഇവർ നിർമ്മിക്കുന്ന പള്ളികളെല്ലാം തുറസായ, വളരെ സിമ്പിളായ, അകത്തേക്ക് ഒരേപോലെ വെളിച്ചം കയറുന്ന തരത്തിലുള്ള പള്ളികളായിരിക്കും. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു ഈ ബ്യൂട്ടി എന്ന രീതിയിൽ പ്രധാനമായി എടുത്ത് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്, ഒരു ഓപ്പൺനെസ് ആണ്, ട്രാൻസ്പെറന്റ് രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം ഈ മസ്ജിദുകളുടെ ഒരു നിർമ്മാണം ആ രീതിയിലാണ്. ആ ഒരു രീതി തന്നെയാണ് മുഗൾ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള ഈ പറയുന്ന ഡൽഹി സൽത്തനത്തിന്റെ കാലഘട്ടത്തിലും ഇന്ത്യയിൽ നിർമ്മിച്ച എല്ലാ പള്ളികൾക്കും തുറസായ രീതികളാണ് ആർക്കിടെക്ചർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ആശയം സിംപ്ലിസിറ്റിന്റെയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിന്റെയും ഭാഗമെന്ന നിലയിലാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിനെയും ഇന്നത്തെയും അമ്പലങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുടുസായ, ഒരുപാട് വാതിലുകളുള്ള, പ്രത്യേകിച്ച് പൂജാരി ഇരിക്കുന്ന ശ്രീകോവിൽ ഒരു അങ്ങേ അറ്റത്ത് മാത്രം ഇരിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഉള്ളത്. എന്നാൽ ഒരാൾക്ക് ഒരു പള്ളിയിൽ കയറിയാൽ ആദ്യം മുതൽ നേരിട്ട് മിഹ്റാബ് കാണാൻ പറ്റുന്ന തരത്തിലാണല്ലോ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സിംപ്ലിസിറ്റി, ഈ ഒരു സംവിധാനം നമുക്ക് ഈ പറയുന്ന തുർക്കോ ഇന്ത്യൻ അല്ലെങ്കിൽ പേർഷ്യൻ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട എല്ലാ പള്ളികളിലും, എല്ലാ ഫോർട്ടുകളിലും നമുക്ക് ഈ സംവിധാനം കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഖിൽജികൾ ഈ പറയുന്ന തരത്തിലുള്ള വിവിധ ബിൽഡിങ്ങുകൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ടോംബുകൾ, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് തന്നെ അദ്ദേഹം ടോംബുകൾ, അതുപോലെ തന്നെ ഈ മദ്രസ അല്ലെങ്കിൽ അന്ന് കോളേജ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനവും അലാവുദ്ദീൻ ഖിൽജി മംലൂക്കുകളുടെ കാലത്തിന് ശേഷം ആ ബിൽഡിങ്ങുകളെ തന്നെ കൂടുതൽ വിശാലമായി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുവേണ്ടി ബിൽഡിങ്ങുകൾ അദ്ദേഹം പ്രത്യേകം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുത്തുബ് മിനാർ കോംപ്ലക്സിൽ പോവുകയാണെങ്കിൽ തന്നെയും അവിടെ ഖിൽജിയുടെ പ്രത്യേക ടോംബും അതിനായി ഒരുക്കി വെച്ചിരിക്കുന്ന ശവകുടീരവും അതിന്റെ ചുറ്റും വെച്ചേക്കുന്ന മതിലുകളും അതിന്റെ പൊക്കവും നമുക്ക് കാണാൻ പറ്റും. അതായത് ഒന്ന് വേറിട്ട് നിൽക്കാനുള്ള ശ്രമം ഖിൽജി അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ഖിൽജി രാജവംശം ശ്രമിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഖിൽജി രാജവംശം
അവരുടെ ആർക്കിടെക്ചറിൽ കാണിക്കുന്ന പ്രധാന വ്യതിരിക്തതകൾ. മൂന്നാമതായി ഒരു രാജവംശ നിലയിൽ നമുക്ക് സംസാരിക്കേണ്ടത് തുഗ്ലക്ക് രാജവംശത്തെ കുറിച്ചിട്ടാണ്. അവര് ഒരു പക്ഷേ ഈ പറയുന്ന ഡൽഹി സൽത്തനത്തുകളിൽ ഏറ്റവും കൂടുതൽ ആർക്കിടെക്ചറിന്റെ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ഒരു രാജവംശമാണ് തുഗ്ലക്ക് രാജവംശം. പൊതുവെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാറുണ്ട്. തുഗ്ലക്ക് രാജവംശത്തിൽ വന്ന 100% ഈ പറയുന്ന ഭരണകർത്താക്കളും ഭക്തരായതുകൊണ്ട് അവരുടെ 100% ബിൽഡിങ്ങുകളും അവരുണ്ടാക്കിയ ആർക്കിടെക്ചറിന്റെ 100% ഭാഗങ്ങളും മതകേന്ദ്രീകൃതമായിരുന്നു എന്ന് പറയുന്ന ഒരു നിരീക്ഷണവും ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. തുഗ്ലക്കാബാദിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി തന്നെ. അന്നത്തെ ഒരു ടൗൺ, ഇന്നൊരു ചേരിയാണെങ്കിലും അന്നൊരു ടൗൺ ആണ്. ആ തുഗ്ലക്കാബാദിന്റെ 10-17 മൈലോളം നീണ്ടു കിടക്കുന്നതാണ് തുഗ്ലക് ഫോർട്ടിന്റെ അറ്റം. അത്രത്തോളം നീളത്തിൽ അവർ പണിഞ്ഞു. പക്ഷെ വെള്ളം ഇല്ലാത്തതിനാൽ അവർക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വന്ന ഒരു ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. ചേരിയുടെ അവസാന ഭാഗങ്ങളിൽ പൂർത്തിയാക്കാത്ത തരത്തിൽ അത് അവശേഷിക്കുന്നതായി ഇപ്പോഴും നമുക്കത് കാണാൻ കഴിയും. ഈ തുഗ്ലക് ഫോർട്ടിനുള്ളിൽ വിവിധ പള്ളികൾ, അതുപോലെ തന്നെ സറായികൾ, സത്രങ്ങൾ, വിശ്രമിക്കാൻ പറ്റുന്ന ഹറമുകൾ, പിന്നെ ഈ പാലസ്, ഇതൊരു ഫോർട്ടായി തന്നെയും നിലനിൽക്കുന്നുണ്ട്. തുഗ്ലക് ഫോർട്ട് ഒരു ഫോർട്ടായി തന്നെയും അതിൻ്റെ ഉള്ളിൽ സകലവിധ സംവിധാനങ്ങളും, പ്രത്യേകിച്ച് ആർമിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആർമി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ വിവിധ മേഖലകളിൽ ഒരുപോലെ ഒരുക്കിയിരിക്കുന്ന രീതി നമുക്ക് ഈ പറയുന്ന തുഗ്ലക് ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. ഒരു മിലിറ്ററി സ്റ്റൈൽ എന്ന രീതിയിലാണ് തുഗ്ലക് ഫോർട്ട് ഒരുക്കിയിരിക്കുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ഡിഫെൻസീവ് സിറ്റുവേഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് അത്രയും ഉയരത്തിലാണ്. തുഗ്ലക് ഫോർട്ടിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് കാണുമ്പോൾ ഒരുപാട് ഉയരം പൊങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ അകത്തേക്ക് കടക്കുകയാണ്. അത് കട്ടിയുള്ള പാറകൾ കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഈ തുഗ്ലക് ഫോർട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു തരത്തിൽ അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർട്ടിന്റെ പൊക്കം, താഴെ നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് കടന്നു കയറാൻ പറ്റാത്ത തരത്തിലുള്ള, താഴേന്ന് ഫോർട്ടിന്റെ ഭിത്തിയിലേക്ക് കുറച്ച് ദൂരം മാറ്റി പണിഞ്ഞു വെച്ചിരിക്കുന്ന, അതും പൊക്കത്തിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ് തുഗ്ലക് ഫോർട്ട്. ഇതിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിലിറ്ററിക്ക് ആവശ്യമായ വിവിധ റൂമുകൾ, അതിന്റെ ഈ ജയിലറകളൊക്കെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. കട്ടി വാളുകളുള്ള വളരെ ഉയരത്തിലുള്ള പണിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സിറ്റാഡൽ, മസ്ജിദ് പോലുള്ള, അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, വെള്ളം ഒഴുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ഈ തുഗ്ലക് ഫോർട്ടിൽ ഒരുക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇത്രത്തോളം ഇങ്ങനെ ഈ തുഗ്ലക് ഫോർട്ട് തന്നെ, തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന സിറ്റിയിലെ തുഗ്ലക് ഫോർട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. ഇതിന് ശേഷം ഖിയാസുദ്ദീൻ തുഗ്ലക്കാണ് യഥാർത്ഥത്തിൽ അത് തുടക്കമിടുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ടോംബ് അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. 2-3 അദ്ദേഹത്തിന്റെ ടോംബ് ഒന്ന് മുൾത്താനിലുമുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു ടോംബ് ഈ തുഗ്ലക് ഫോർട്ടിന്റെ മുന്നിലായി കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. ഇന്ന് അത് റോഡിന് വേണ്ടി 2ആയി മുറിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്ന് അത് ഒരൊറ്റ ഫോർട്ടിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ടോംബുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എസ്തറ്റിക് സെൻസ് തികഞ്ഞു നിൽക്കുന്ന, കലാപരത നിറഞ്ഞു നിൽക്കുന്ന ഭാഗമായി ഈ പറയുന്ന 2ആം ഭാഗം നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ഈ പറയുന്ന തുഗ്ലക്കിയൻ രാജവംശത്തിലെ 100% ആൾക്കാരുടെയും മക്ബറ അതിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഒന്ന് തുഗ്ലക്കിയൻ ഭരണകർത്താക്കളുടെയും ഉണ്ട്, അവരുടെ തന്നെ പ്രധാനപ്പെട്ട രാജകുടുംബങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെയും മക്ബറ ഈ പറയുന്ന 2ആം ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അങ്ങനെ ആ ഒരു തരത്തിലാണ് ഇതിന്റെ ഭാഗം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു കാരണവും പറയുന്നത്, എന്തിനാണ് തുഗ്ലക്കൻ രാജവംശം ഇത്രത്തോളം നീളമുള്ള
ഒരു പക്ഷേ നീണ്ട് പരന്നു കിടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത് 17 മൈൽ എന്ന് പറയുന്നത് ആ ചേരിയുടെ വലിപ്പമാണ്. ആ ചേരിയുടെ വലിപ്പത്തോളം അത്രയും പണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാം ഭാഗം എന്ന നിലയിൽ ആ ചേരിയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തിലാണുള്ളത്. അത് അത്രയും ദൂരം വേറെയുമുണ്ട്. എന്ന് വെച്ചാൽ ഇത് തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന ഒരു ടൗൺ തന്നെ, ഒരു സിറ്റി തന്നെ പണിഞ്ഞതിന്റെ ഭാഗമാണ്. അത്രയും ഭാഗം നിറഞ്ഞു കിടക്കുന്നതാണ് ഈ പറയുന്ന ഫോർട്ടിന്റെ വലിപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ജഹാൻ പന, ഇദ്ദേഹം പറയുന്ന ഈ പറയുന്ന മുഴുവൻ സ്ഥലത്തിന് ജഹാൻ പന എന്ന് പറയുന്ന പേരാണ് അദ്ദേഹം അന്ന് കൊടുത്തിരുന്നത്. ഇതിനു ശേഷം വന്ന തുഗ്ലക്കിയൻ ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് ഫിറോസ് ഷാ ഇതുപോലെ തന്നെ ഒരുപാട്, ഏകദേശം പറയുന്നത് 845ഓളം ഈ ചെറുതും വലുതുമായ ആർക്കിടെക്ചറൽ വർക്ക് ഈ പറയുന്ന തുഗ്ലക്കിയൻ കാലത്ത്, അതിലും കൂടുതൽ ഫിറോസ് ഷായുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതില് ഹൗസ് ഖാസ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന രാജകുടുംബങ്ങൾക്ക് പ്രത്യേകമായി ഒരുക്കി വെച്ചിരിക്കുന്ന ബാത്തിങ് ഏരിയ ആണ് ഹൗസ് ഖാസ്. അത് ഹൗസ് ഖാസ്, അതായത് ഹൗസ് ഖാസ് എന്നാണ് പറയുക. അത്രയും അത് ഡൽഹിയിൽ തന്നെ പ്രധാനപ്പെട്ട മെഹ്റോളി ഭാഗമായി ചേർന്നിരിക്കുന്ന ഭാഗമാണത്. അതുപോലെ തന്നെ ഫിറോസ് ഷാ കോട്ട്ല ഫോർട്ട്, ഇന്ന് പലവിധ കായിക മത്സരങ്ങൾ നടക്കുന്ന ഫിറോസ് ഷാ കോട്ട്ല ഫോർട്ട് ആയിരുന്നു അത് അദ്ദേഹത്തിന്റെ. അത് ഇടിഞ്ഞു പോയെങ്കിലും ഇന്നത് സ്റ്റേഡിയമായി ഉപയോഗിക്കാൻ പറ്റുന്ന അതിന്റെ ചെരുവിലേക്ക് ആ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്, ഫിറോസ് ഷായാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടോംബുകൾ, ഇദ്ദേഹം തന്നെ നിർമ്മിച്ച പലവിധ ടോംബുകൾ ഇതിലുണ്ട്. മറ്റൊരു പ്രത്യേകത, ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ ഈ പറയുന്ന നിർമ്മാണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെയും ഇൻഫ്ലുവൻസ് അതിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടോംബുകൾക്കും ഒന്ന് സ്ക്വയർ രീതിയിലുള്ള ടോംബുകളും ഉണ്ട്. അതുപോലെ തന്നെ പവലിയനായിട്ടുള്ള ഒരു ടോമിന്റെ മുമ്പിൽ 2-3 പവലിയനായി നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് കുബ്ബകളൊക്കെ അടക്കമുള്ള ടോംബുകളും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ പണിഞ്ഞതായും ചരിത്രകാരന്മാർ പറയുന്നു. ഈ പലതിലും ഇദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പല ടോംബുകളിലും മിനാരങ്ങൾ ഉണ്ടാവാതെ സ്ക്വയർ രീതിയിലായിരുന്നു പലതും പണിയപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഖാനെ ജഹാൻ തിലേഗാനി എന്നറിയപ്പെടുന്ന ഈ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ പേരിലും ഒരു ടോംബ് ഈ പറയുന്ന ഭാഗത്ത് തന്നെ നിർമ്മിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുഗ്ലക് ഫോർട്ടും അതുപോലെ തന്നെ ഫിറോസ് ഷാ നിർമ്മിച്ച ഒട്ടനേകം ബാക്കിയുള്ള ബിൽഡിങ്ങുകളും ഇതിന്റെ ഉദാഹരണം കലാൻ മസ്ജിദ് എന്നറിയപ്പെടുന്ന ഈ ഡൽഹി തന്നെ കേന്ദ്രീകരിച്ച പ്രധാനപ്പെട്ട ഒരു പള്ളികളിൽ ഒന്നാണ്. ഈ ഫിറോസാബാദ് എന്ന പേരിൽ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് ഒരു സിറ്റി സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ കോട്ട ഫോർട്ട്, ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കോട്ട്ല ഫോർട്ട് അദ്ദേഹം നിർമ്മിച്ചതാണ്. ജാമി മസ്ജിദ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മസ്ജിദ് അദ്ദേഹം നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ ബൗലി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈ ബാത്തിങ് ഏരിയ ആണ്. ഒരുപാട് സ്റ്റെപ്പുകളുള്ള, മുകളിൽ നിന്ന് താഴേക്ക് നടന്നു പോകുന്ന വൃത്താകൃതിയിൽ നിർമ്മിച്ച, പൊക്കമുള്ളിൽ നിന്ന് താഴേക്ക് നടന്നു പോകുന്ന വൃത്താകൃതിയിൽ നിർമ്മിച്ച ഒരു ബാത്തിങ് ഏരിയ ആണ്. അതും രാജകുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ച കിണറിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ തുർക്കിക് ആർക്കിടെക്ചറിന്റെ പ്രധാന ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ കിടുക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ, ഒരുപാട് ജനലുകളാൽ നിറഞ്ഞിരുന്ന ഒരു മസ്ജിദും ഇദ്ദേഹം തന്നെ നിർമ്മിച്ചതാണ്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതില് പലതും ഇദ്ദേഹം നിർമ്മിച്ച ഈ കോട്ട്ലെ, ഈ പറയുന്ന ഈ ഫോർട്ട് ആവട്ടെ, മസ്ജിദുകളാവട്ടെ, മദ്രസകളാവട്ടെ, ഈ ഹൗസ് ഖാസുകളാവട്ടെ, അതുപോലെ തന്നെ ഈ മെഹ്റോളി കേന്ദ്രീകരിച്ച, ഡൽഹി കേന്ദ്രീകരിച്ച, തുഗ്ലക്കാബാദ് കേന്ദ്രീകരിച്ച 40% ബിൽഡിങ്ങുകളെല്ലാം അധികവും ഒരു മുസ്ലിം മത കേന്ദ്രീകൃതമായ ബിൽഡിങ്ങുകളായിരുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തുഗ്ലക്കിയൻ കാലഘട്ടത്തിൽ ഒരുപാട് പീറുമാർ, സൂഫികളുമായിട്ടുള്ള നിരന്തര ബന്ധം ഒരുപക്ഷെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്ന ചരിത്ര വായനയുണ്ട്. കാരണം ഈ തുഗ്ലക്കിയൻ രാജവംശം അവരുമായി നല്ല അടുപ്പ ബന്ധം
സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ കൂടെ ചെറിയ കാലം മാത്രം ഭരിച്ച സയ്യിദി രാജവംശം, സയ്യിദി രാജവംശങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. ഈ പറയുന്ന ഓരോ ഭരണകർത്താക്കളും, അതായത് ഖിസ്ർ ഖാൻ സയ്യിദ്, മുബാറക് സയ്യിദ്, മുഹമ്മദ് ഷാ സയ്യിദ് അടക്കമുള്ള എല്ലാവരും അവരവരുടെ ടോംബുകൾ നിർമ്മിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഈ ടോംബുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരും തുർക്കിക്ക് സെൻട്രൽ ഏഷ്യൻ കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഡൽഹി സൽത്തനത്തിന്റെ അതേ പാറ്റേൺ ഈ ടോംബുകളിൽ നമുക്ക് സയ്യിദി കാലഘട്ടത്തിന്റെ വളരെ ചുരുങ്ങിയ കാലം മാത്രം ഭരിച്ച അവരുടെ കാലഘട്ടത്തിന്റെ ടോംബുകളിലും അവർ നിർമ്മിച്ച ഈ മതബന്ധിതമായ അല്ലെങ്കിൽ അവരുടെ ശവകുടീരം എന്ന നിലയിൽ നിർമ്മിച്ചതിലും സദൃശ്യം നമുക്ക് കാണുവാൻ കഴിയും. സയ്യിദികൾക്ക് ശേഷം വന്ന ലോധി ഡൈനാസ്റ്റി, ഒരുപക്ഷെ തുഗ്ലക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം കൂടുതൽ ഈ മേഖലകളിൽ ഏറ്റവും പ്രകടമായ തരത്തിൽ ആർക്കിടെക്ചറിന്റെ മേഖലകളിൽ സംഭാവനകൾ അർപ്പിച്ച ഒരു രാജവംശമാണ് ലോധി രാജവംശം. പ്രത്യേകിച്ച് ലോധി ഗാർഡൻ അതിലേറ്റവും നല്ല ഉദാഹരണമാണ്. 1451 അതുപോലെ 1526 വരെ ഭരിച്ച കൂട്ടരാണല്ലോ ഈ ലോധി രാജവംശം. അപ്പം ഇവരുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായി എടുത്ത് പറയുന്നത് ഈ ഡബിൾ ഡോമുകൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റൈല് കൊണ്ടുവന്നത് ഇവരാണ്. സാധാരണ ഒരൊറ്റ ഡോം കൊണ്ട്, അതായത് ഒരൊറ്റ കുബ്ബ കൊണ്ട് നിർത്തുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു ഭരണം വന്നതോടുകൂടി ഒരേ ബിൽഡിങ്ങിൽ തന്നെ രണ്ട് ഡോമുകൾ, കുബ്ബകൾ നിർമ്മിക്കുന്ന ഒരു സംഭവം ലോധികളാണ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലോധി കുടുംബത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളായ ബാറാ ഖാന്റെ, ചോട്ടാ ഖാൻ, അതുപോലെ തന്നെ ഷിഹാ ഖാൻ അടക്കമുള്ള ആൾക്കാരുടെ പേരിലും ടോംബുകളുണ്ട്. ഈ ഗുംബദ് എന്നാണ് പറയുക. ഈ ടോംബുകൾ, ഇതേപോലുള്ള ശവകുടീരങ്ങൾക്ക് ഗുംബദ് എന്നാണ് പറയുക. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടോംബുകൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം ഈസാ ഖാന്റെ ടോംബുകള്, അതുപോലെ തന്നെ അദാ ഖാന്റെ ടോംബുകൾ, അതുപോലെ തന്നെ ഇവരുടെ കാലത്ത് തന്നെ രൂപീകരിച്ച ലോധി രാജവംശത്തിന്റെ കാലത്ത് തന്നെ രൂപീകരിച്ച മോട്ടി മസ്ജിദ്, അതുപോലെ തന്നെ തമാല മസ്ജിദ്, അതുപോലെ കില കുനാല മസ്ജിദുകൾ, ഈ പലതരത്തിലുള്ള മസ്ജിദുകൾ ഇവരുടെ കാലത്ത് ഭരിച്ചിട്ടുണ്ട്. അതായത് മോട്ടി മസ്ജിദ്, മോട്ടിക്കി മസ്ജിദ് എന്നാണ് സാധാരണ പറയും, മോട്ടി മസ്ജിദ് എന്ന് പറയാറുണ്ട്. അതുപോലെ തമാല മസ്ജിദൊക്കെയും ഈ ലോധി രാജവംശത്തിന്റെ കാലഘട്ടത്താണ് പണിഞ്ഞത്. സിക്കന്ദർ ലോധിയുടെ ഗാർഡൻ, ഇന്ന് ഈ ലോധി ഗാർഡൻ നിലനിൽക്കുന്ന സിക്കന്ദർ ലോധിയുടെ ഗാർഡൻ ഏറ്റവും പ്രകടമായ ഇവരുടെ ആർക്കിടെക്ചറിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ഈ സിക്കന്ദരാബാദ് എന്ന് പറയുന്ന ഒരു സിറ്റി തന്നെ സിക്കന്ദർ ലോധി സ്ഥാപിച്ചിരുന്നു. അതായത് സിക്കന്ദർ ലോധി അവസാനത്തെ ലോധി ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാനത്യാഗം നടക്കുന്നതിന് മുമ്പേ തന്നെ, അദ്ദേഹം അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് മുമ്പേ തന്നെയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മംലൂക്കുകളാവട്ടെ, തുഗ്ലക്കുകളാവട്ടെ, സയ്യിദ്, അതുപോലെ തന്നെ ഈ ഇത്രയും ഭരണാധികാരികളെല്ലാം അവരവരുടെ ഓരോ കാലത്തിൽ അവരവർ സിറ്റി സ്ഥാപിക്കുന്നു. സിറ്റി എന്ന് പറയുന്നത് അവരുടെ ഭരണത്തിൽ കയറി വരുമ്പോൾ ഒരുപക്ഷെ ഭരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ ഡൽഹി ഏരിയ ആണെങ്കിൽ പോലും ആ മുമ്പുള്ള പേരിനെ മാറ്റി തങ്ങൾക്ക് ആവശ്യമായ സിക്കന്ദർ ലോധി, സിക്കന്ദരാബാദ് എന്ന് പേരിടുന്നു. പിന്നീട് ഷാജഹാൻ ഡൽഹിയിലേക്ക് വന്നിട്ട് ഷാജനാബാദ് എന്ന് പേരിടുന്നു. അതായത് പേരിടലിന്റെ ഒരു പൊളിറ്റിക്സ് പോലും ഈ ആർക്കിടെക്ചറുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ലോധി വരെ, അതായത് നമുക്ക് ഡൽഹി സൽത്തനത്തിന്റെ ഭാഗം വരെയാണ് ഉള്ളത്. ഇങ്ങനെ വിവിധ കാലഘട്ടത്തിൽ വിവിധ ബിൽഡിങ്ങുകളുടെയും ഫോർട്ടുകളുടെയും മസ്ജിദുകളുടെയും മദർസകളുടെയും ടോംബ് ദർഗകളിലൂടെയും മത കേന്ദ്രങ്ങളുടെയും ഒരുപാട് ആർക്കിടെക്ചറിന്റെ ഉദാഹരണങ്ങൾ ഇവര് കാണിക്കുന്നുണ്ട്. ഇതിൽ മാർബിളുകൾ കൊണ്ടും മൊസൈക്ക് കൊണ്ടും അതിന്റെ കൂടെ കാലിഗ്രഫി കൊണ്ടും അതുപോലെ തന്നെ ജിയോമെട്രിക് രീതി ഉപയോഗിച്ചുകൊണ്ടും, ജിയോമെട്രിക് കണക്കുകൾ മിക്സ് ആയ ഒരുപാട് ഗോളങ്ങളുള്ള അൽഗോരിത കണക്റ്റൊക്കെ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു കലാപരതയാണ് നമുക്ക് ഇവരുടെ ആർക്കിടെക്ചറിൽ കൂടുതലായും കാണാൻ കഴിയുന്നത്. ചില ഭാഗങ്ങളിലെല്ലാം ആന്ത്രോമോർഫിക്, അതായത് ചിത്രരചനയെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഭരണകർത്താക്കൾ കലിഗ്രഫിയിലൂടെ ചിത്രരചന രൂപപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പല ബിൽഡിങ്ങുകളിലും കാണുവാൻ കഴിയുന്നതാണ്.
ഇതുപോലെ തന്നെ ഇവരുടെ പ്രധാന കലാപരമായ പ്രധാന മേഖലയാണ് ഈ പെയിന്റിങ്. പെയിന്റിങ്ങിലും ഇൻഡോ പേർഷ്യൻ സ്റ്റൈല് അല്ലെങ്കിൽ ഇൻഡോ ടർക്കി സ്റ്റൈല് ഇവര് ഒരുപാട് ഉപയോഗിച്ചതായി കാണാൻ കഴിയും. അതുപോലെ തന്നെ പെയിന്റ് ചെയ്യുന്ന രീതികളില് ഇന്ത്യൻ സ്റ്റൈല് സ്വീകരിച്ചതായി കാണാൻ കഴിയും. ഈ ഇൻഡോ പേർഷ്യൻ ഉണ്ട്, ഇൻഡോ ടർക്കിഷ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡോ തിമൂർ അമീർ തൈമൂറിന്റെ മക്കൾ പരമ്പരയിൽ പെട്ട പിന്നീടാണ് ബാബർ വരുന്നതെങ്കിൽ പോലും തിമൂരി രാജവംശം ഏകദേശം 1300 പകുതി മുതൽ 1400 പകുതി വരെയെങ്കിലും 4% സെൻട്രൽ ഏഷ്യ ഭരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന അന്ന് രൂപപ്പെട്ട 4% ഈ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചർ, അത് അവരുണ്ടാക്കിയ കല, അതൊക്കെയും ഇന്ത്യയിലേക്ക് പോലും സ്വാധീനം നേടിയതായി ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. അപ്പം ആ ഒരു സ്വാധീനം ഇന്ത്യയിൽ അന്ന് രൂപപ്പെട്ട പെയിന്റിങ്ങുകളിലും ഉണ്ടായതായിട്ടാണ് ചരിത്രം പറയുന്നത്. മറ്റൊന്ന് ഈ സാഹിത്യ ഭാഷ മേഖലകളിലുള്ള ഇവരുടെ സംഭാവനകളാണ്. അതില് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാവുന്ന ലാംഗ്വേജ് ആണ്. ഉറുദു ഭാഷയുടെ തുടക്കം തന്നെ, ഉറുദു ഭാഷയുടെ പിതാവെന്ന് പലരും വിളിക്കുന്നത് അമീർ ഖുസ്രുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ആധുനിക ഈ ഹിന്ദി ഭാഷ, ഹിന്ദവി എന്ന് പറയുന്ന ഭാഷയും ഉറുദു ഭാഷയുടെ രൂപീകരണത്തോടൊപ്പം തന്നെ രൂപപ്പെട്ട ഭാഷയാണ്. അത് ഈ ഒരു കാലഘട്ടത്തിലാണ് അത് രൂപപ്പെടുന്നത്. അമീർ ഖുസ്രുവിന് അതിന് ശക്തമായ ഈ മംലൂക്കുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ച അമീർ ഖുസ്രുവിന് ശക്തമായ റോള് അതിലുണ്ടായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അമീർ ഖുസ്രുവിനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് പരാമർശിക്കേണ്ടത്. ഗസലുകളുടെ, ഖവ്വാലിയുടെ പിതാവായിട്ട്, ഇന്ത്യയിലെ ഗസലുകളുടെയും ഖവ്വാലികളുടെയും പിതാവായി വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. തൂത്തെ ഹിന്ദ് എന്ന് വിളിക്കുന്ന, ഇന്ത്യയുടെ പാരറ്റ് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്, അല്ലെങ്കിൽ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉറുദു ലിറ്ററേച്ചറിന്റെ പിതാവായിട്ട് പോലും വിളിക്കുന്ന അദ്ദേഹത്തെയാണ്. പല ഈ സംഗീത രംഗത്തെ പല ഇൻസ്ട്രുമെന്റുകളും ഇദ്ദേഹത്താൽ രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ചരിത്ര വായനകളുണ്ട്. സിത്താർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇദ്ദേഹമാണ് രൂപീകരിച്ചത് എന്ന് പറയുന്ന ചില വായനകളുണ്ട്. അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ, ഞാൻ അമീർ ഖുസ്രുവിനെ കുറിച്ചല്ല പറയുന്നത്, ഈ ഒരു തുഗ്ലക്കിയൻ കാലഘട്ടത്തിലേക്കും മംലൂക്ക് കഴിഞ്ഞ് തുഗ്ലക്കിയൻ കാലഘട്ടത്തിലേക്കും ഈ സംസ്കൃത ഭാഷയിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് ഒരുപാട് മ്യൂസിക് രംഗത്തെ കിതാബുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതായി പറയുന്നു. രാഗപർദൻ എന്നറിയപ്പെടുന്ന ഒരു കിതാബ് അതിന്റെ പ്രധാന ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ മ്യൂസിക് രംഗത്തും ഖവാലി, ഗസൽ പോലുള്ള മ്യൂസിക് രംഗത്തും ശക്തമായ സ്വാധീനം അത് മംലൂക്കുകളുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ ലിറ്ററേച്ചർ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു മേഖല. അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഞാൻ നേരത്തെ കിതാബുൽ ഹിന്ദ് അൽബിറൂണിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു കാലത്ത് തന്നെ ഉണ്ടായിരുന്ന കഷ്ഫുൽ മഹജൂബ് സയ്യിദ് അലി ഹുജ്വേരിയുടെ രചനയെ കുറിച്ചും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമീർ ഖുസ്രുവിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ ലൈല മജ്നു എന്ന് പറയുന്ന രചന, ഖിറാനെ സാദ്ദീൻ എന്ന് പറയുന്ന രചന, ഖസാനയെ ഫുതൂഹ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതി, തുഗ്ലക് നാമ എന്ന് പറയുന്ന കൃതി, താരിഖെ അലായി എന്ന് പറയുന്ന കൃതികൾ, ഈ പറയുന്ന കൃതികളെല്ലാം അമീർ ഖുസ്രുവിനോട് ചേർത്ത് വെക്കപ്പെട്ട രചനകളാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ വേറെയും ചരിത്രകാരന്മാര് അതുപോലെ പണ്ഡിതന്മാരും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽബറൂനിയുടെ നേരത്തെ കിതാബുൽ ഹിന്ദ് എന്നതല്ലാതെ തന്നെ അതിന്റെ ഖാനൂനുൽ മസൂദി, അതുപോലെ തന്നെ ജവാഹിർ ഫി ജവാഹിർ എന്നതും അൽബറൂനിയുടെ രചനകളാണ്. അതൊക്കെ ഇന്ത്യയിലുള്ള പശ്ചാത്തലത്തിലാണ് അതൊക്കെ എഴുതപ്പെടുന്നത്. അതുപോലെ തന്നെ മിൻഹാജു സിറാജ് എന്നറിയപ്പെട്ട മറ്റൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ തബഖാത്തെ നസീരി എന്നറിയപ്പെടുന്ന ഒരു രചന അദ്ദേഹം നടത്തുന്നുണ്ട്. അമീർ ഖുസ്രുവിന്റെ രചനയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫിറോഷ ബദർ എന്നറിയപ്പെടുന്ന അദ്ദേഹം കമാസ് എന്ന് പറയുന്ന ദീവാൻ എഴുതുന്നുണ്ട്. അതുപോലെ ഫഖ്റുദ്ദീന്റെ താരിഖെ മുബാരക് ഷായുടെ കാലഘട്ടത്തിലുള്ള ചരിത്രത്തെ കുറിച്ചുള്ള ഫഖ്റുദ്ദീന്റെ രചനകളും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ 13-ാം നൂറ്റാണ്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഹസൻ നിസാമി. അദ്ദേഹത്തിന്റെ താജുൽ മാസിർ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിയാവുദ്ദീൻ ബറാനി പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥകാരന്മാരിൽ ഒരാളാണ്.
സിയാവുദ്ദീൻ ബറാനി, അദ്ദേഹത്തിന്റെ താരിഖ് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം വളരെ ഫേമസ് ആണ്. ഇന്നും ആ തുഗ്ലക്കിയൻ അല്ലെങ്കിൽ തുഗ്ലക്കിയൻ കാലഘട്ടത്തിന്റെ ചരിത്രം പഠിക്കുവാൻ വേണ്ടി ഈ രചനയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ കിതാബ് ഇബ്നു ബത്തൂത്തയുടെ രചനയും ഈ പറയുന്ന കാലഘട്ടത്തെ തുഗ്ലക്കിയൻ കാലഘട്ടത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഉപയോഗിക്കാം. കിതാബ് രഹ്ല ആണ് തുഗ്ലക്കിയന്റെ പ്രധാനപ്പെട്ട രചനകളിലൊന്ന്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിവിധ ഈ പേർഷ്യൻ രചനകളോ അറബി രചനകളോ എന്നതിൻ്റെ അപ്പുറം വിവിധ ഭാഷകളും ലോക്കൽ റീജിയണൽ ഭാഷകളും കൂടുതൽ സാഹിത്യ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ഹിന്ദി ഭാഷകളില് കബീർദാസിനെ പോലുള്ള, സൂർദാസ്, തുളസിദാസ്, മീരാഭായിനെ പോലുള്ള ആൾക്കാർ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. അമീർ ഖുസ്രു പോലും ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗുരുനാനാക്ക്, അദ്ദേഹം പഞ്ചാബിയിൽ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈതന്യയെ പോലുള്ള, ഛാദീദാസിനെ പോലുള്ള എഴുത്തുകാർ ബംഗാളി ഭാഷയിലും എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പേർഷ്യൻ ഭാഷകളിലെ ധാരാളം രചനകളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അൽബിറൂനിയുടെയും കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹാജ അബു നസർ നസീരി എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോയിറ്റാണ്. അദ്ദേഹത്തിന്റെ രചനകൾ ഈ പേർഷ്യൻ രചനകളാണ്. അതുപോലെ തന്നെ അബൂബക്കർ ബിൻ മുഹമ്മദ് റൂഹാനി എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ, താജുദ്ദീൻ ദാബിർ, നൂറുദ്ദീൻ മുഹമ്മദ് ഫിഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ, ഇവരെല്ലാം ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ ഫേമസ് ആയിരുന്ന ആൾക്കാരാണ്. ഈ നൂറുദ്ദീന്റെ രചനകളിലൊന്നാണ് ലുബുൽ അൽബാബ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഇത്. അത് ബാൽബന്റെ കാലഘട്ടത്തിലും എങ്ങനെയാണ് ഈ പണ്ഡിതന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. ഒന്ന്, വരുന്ന ഭരണകർത്താക്കൾ പണ്ഡിതന്മാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. അൽബിറൂനിനെ മഹ്മൂദ് ഗസ്നവി കൊണ്ടുവന്നതുപോലെ അത് ഒരു വലിയൊരു സാഹിത്യ മേഖലയിലെ വിപ്ലവത്തിന്, പഠന മേഖലയിലെ വിപ്ലവത്തിന് കാരണമാകുന്നു. മറ്റൊന്ന്, ഈ മംഗോൾ താത്താരി ആക്രമണത്തിന്റെ ഭാഗമായി ഒരുപാട് ആൾക്കാർ ഈ സമാധാനമുള്ള ഭാഗത്തേക്ക് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം ഉദാഹരണം, മൊയ്നുദ്ദീൻ ചിശ്തി പോലും അജ്മീറിലേക്ക് എത്താനുള്ള പ്രധാന കാരണങ്ങളായി പ്രധാനമായി എടുത്ത് പറയുന്നത് ഈ മംഗോളുകളുടെ ഒരു ആക്രമണം എന്നതായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഈ മംഗോളിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ മുസ്ലിം ഭരണം അവരെ സഹായിക്കുമെന്നുള്ള ഒരു ധാരണ കൊണ്ടാവാം അങ്ങനെ പശ്ചാത്തലത്തിലും എത്തിച്ചേരുന്നുണ്ട്. ഇപ്പം ബാൽബന്റെ ഈ ഖിൽജി തുഗ്ലക്കിയൻ കാലഘട്ടത്തിൽ അങ്ങനെ ധാരാളം പേർ ഇന്ത്യയിലേക്ക് എത്തിയതായി ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തുഗ്ലക്കിയൻ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിറ്റാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോയിറ്റാണ് ബദറുദ്ദീൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെയും ഈ മേഖലയിലുള്ള രചനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ കൂടെ ഒരുപാട് ചരിത്രകാരന്മാർ, അൽബിറൂനിനെ പോലെ, ബാറാനിനെ പോലെയും വേറെയും ചില ചരിത്രകാരന്മാർ ഉണ്ടായിട്ടുണ്ട്. ഫിറോഷ തുഗ്ലക്ക്, അദ്ദേഹം സ്വന്തം ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ കൂടെ തന്നെ ബാറാനിനെ പോലുള്ള, ഷംസ് സിറാജ് അഫീഫിനെ പോലുള്ള ആൾക്കാരും ഫിറോഷ തുഗ്ലക്കിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരാണ്. സിക്കന്ദർ ലോധി ഡൈനാസ്റ്റിയിലെ പ്രധാന ശക്തിമാന്മാരായ ഒരാളായ സിക്കന്ദർ ലോധിയും അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ റഫീഉദ്ദീൻ ഷിറാസി, ഷെയ്ഖ് അബ്ദുള്ള, ഷെയ്ഖ് അസീസുള്ള, ഷെയ്ഖ് ജമാലുദ്ദീൻ എന്നിവരും ഈ കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരും പണ്ഡിതന്മാരുമായിട്ടാണ് പ്രധാനമായി എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ സിയാവുദ്ദീൻ ബാറാനിയുടെ കാര്യം പറഞ്ഞിരുന്നു. താരിഖ് ഫിറോസ് ഷാഹി അദ്ദേഹമാണ് എഴുതിയത്. അതുപോലെ ഫത്തവ ജഹാന്തരി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു കളക്ഷനും കൂടിയുണ്ട്, ഫത്താവയെ ജഹാന്തരി. അത് ബാറാനിയുടെ രചനകളിൽ ഒന്നാണ്. ഈ ഷംഷേ സിറാജ് അഫീഫിന്റെ താരിഖ് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന മറ്റൊരു രചനയുണ്ട്. അതായത് താരിഖ് ഫിറോസ് ഷാഹി എന്നറിയപ്പെടുന്ന 2 പേർ ഫിറോസ് ഷാഹിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഒന്ന് ബാറാനിയും മറ്റൊന്ന് ഷംസ് സിറാജ് അഫീഫും. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ മേഖലകളില്
ഹിസ്റ്ററിയുടെ മേഖലകളിൽ ഇത്രയും പണ്ഡിതന്മാർ സാഹിത്യ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സൂഫികളുടെ രചനകൾ. അവരും ഈ മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ഒരു ദീവാനിനെ കുറിച്ച് സാധാരണ ആൾക്കാർ എടുത്ത് പറയാറുണ്ട്. അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നെന്നും ആ കവിതകൾ ദീവാനാക്കി മാറ്റിയെന്നും അത് ഇപ്പോഴും പ്രചാരം ലഭിക്കുന്ന ഒരു വാദമുണ്ട്. പക്ഷെ എന്നാൽ പിന്നീട് ഈ ഒരു ഇടക്കാലത്ത് നടന്ന ഒരു പഠനത്തിന്റെ ഭാഗമായി ചില ആൾക്കാർ അത് മുന്നോട്ട് വെച്ചത് അത് മൊയ്നുദ്ദീൻ ചിശ്തിയുടെ കവിതകളല്ല, അത് യഥാർത്ഥത്തിൽ മൗലാന മൊയ്നുദ്ദീൻ അൽ ഫാറാഹി എന്നറിയപ്പെട്ട മാരിജുൻ നുബുവ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു രചനയുടെ കർത്താവായ ആ പണ്ഡിതനാണ് ഈ ദീവാൻ എഴുതിയത്, അല്ലാതെ മൊയ്നുദ്ദീൻ ചിശ്തി അല്ല എന്ന് പറയുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിലേക്കാണ് ഇത് പേര് ചേർക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാനിത് പരാമർശിച്ചത്. മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ശിഷ്യനായിരുന്ന ബഖ്തിയാർ കാക്കി, അദ്ദേഹത്തിന്റെ ഒരു ദീവാൻ ഉണ്ട്. ആ ദീവാൻ ഇന്നും ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഈ ബഖ്തിയാർ കാക്കിയുടെ തന്നെ ശിഷ്യനായ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കർ, അദ്ദേഹത്തിന്റെ കവിതകളുണ്ട്. ഈ ബാബ ഫരീദിന്റെ കവിതകൾ ഇന്ന് നമുക്ക് ഇതിൽ ഗുരുഗ്രന്ഥ സാഹിബ്, അതായത് സിഖുകാരുടെ പ്രധാന വേദഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിൽ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കറുടെ കവിതകൾ ഇന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നിസാമുദ്ദീൻ ഔലിയയുടെ രചനകളും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കവിതകളും മൽഫൂആത്തുകളും, അതുപോലെ തന്നെ ഫവായിദുൽ ഫുആദ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആത്മീയ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ട്രീറ്റീസും ഈ വിഷയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയ, പ്രത്യേകിച്ച് ഇസ്ലാമിക മേഖലകളിൽ സ്വാധീനം ചെലുത്തിയ രചനകളിൽ ഒന്നാണ്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് ആർട്ട് മുതൽ ആർക്കിടെക്ചറിന്റെ കാര്യവും മ്യൂസിക്, അതുപോലെ തന്നെ ഗസൽ, ഖവ്വാലിയുടെ മേഖലകളിലും പിന്നെ ഈ പറഞ്ഞ രചനകളുടെ മേഖലകളിലും ഈ വിവിധ കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഡൽഹി സൽത്തനത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിലും ആർട്ടിന്റെയും ആർക്കിടെക്ചറിന്റെയും മ്യൂസിക്കിന്റെയും വിവിധ മേഖലകളിലെല്ലാം ശക്തമായ സ്വാധീനം, അതുപോലെ തന്നെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫത്വകളുടെ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഫത്താവായ ജഹാന്തരി എന്ന് പറയുന്ന ഒരു കളക്ഷനാണ്. അതായത് ഫത്താവായ താത്താർ ഖാനിയ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കളക്ഷനാണ്. ഇങ്ങനെ ഫത്വകളുടെ കളക്ഷൻ, അതായത് ദീനി കിതാബുകളുടെ ചരിത്രവും അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചും കവിതകളെ കുറിച്ചും പോയിറ്റുകളെ കുറിച്ചും ഒരുപാട് കിതാബുകൾ ഇക്കാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ അനിവാര്യമായും നോട്ട് ചെയ്യേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം ഗസ്നവി മുതൽ ഹൂരികളുടെ കാലം മുതൽ പിന്നീട് മംലൂക്ക്, ഖിൽജി, അതുപോലെ തുഗ്ലക്ക്, സയ്യിദ്, ലോധി കാലഘട്ടം വരെയും അവരുടെ പതനം വരെയും ഈ ഡൽഹിയിലെ അല്ലെങ്കിൽ മുൾത്താൻ, ലാഹോർ, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലെ നല്ല ശതമാനം മേഖലകളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരുപാട് ആർക്കിടെക്ചറിന്റെയും ആർട്ടിന്റെയും ഇന്നും ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെടുത്തുന്ന പോപ്പുലർ കൾച്ചറിലൊന്നായ ഖവ്വാലിയും സമ പോലുള്ള ഡാൻസ് പോലുള്ള അല്ലെങ്കിൽ ഖവ്വാലി പോലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഈ പറയുന്ന ഡൽഹി സൽത്തനത്തിന്റെ കാലഘട്ടത്തിലെ ഭരണകർത്താക്കളുടെയും അവരെ കാലത്ത് ജീവിച്ചിരുന്ന കവികളുടെയും പണ്ഡിതന്മാരുടെയും സംഭാവനകളുടെ ബാക്കി പത്രമാണ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇൻഷാല്ലാഹ്. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ ശരി. എന്നാ ഇനി നമുക്ക് പിന്നെ കാണാം. ഇൻഷാല്ലാഹ്. ശരി എന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.